സ്വന്തം മകന് വേണ്ടി മല്ലിക സുകുമാരൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ്. കാരണം RSS എന്ന് പറഞ്ഞ് പേടിപ്പിക്കരുതെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഓർഗനൈസർ തുടർച്ചയായി ലേഖനങ്ങൾ എഴുതുന്നുണ്ടല്ലോ, അതിനെല്ലാം വിമർശിക്കുകയാണ്. ആർക്കു മുന്നിലും ഭയപ്പെടില്ല മല്ലിക സുകുമാരൻ പറയുകയാണ്. ഇല്ല, ഇവർക്കെന്താ ഇത്ര RSSനെ പുച്ഛം? ശതാബ്ദിയുടെ നിറവിലേക്ക് കടക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അതിൻ്റെ തലപ്പത്തിരിക്കുന്നവരെന്നൊക്കെ പറയുന്നത് അപാര ജീനിയസ് ആയിട്ടുള്ളവരാണ്. അവരുടെ ഒന്ന് 7 അയലത്ത് പോലും നിർത്താൻ ഇവർക്കൊക്കെ ആകും. ഇവർ ഈ മലയാള സിനിമയിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാം അഭിനയിച്ചു എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ വണങ്ങി നിൽക്കണമെന്നാണ് പറയുന്നത്. എന്ത് തോന്നിവാസവും തെമ്മാടിത്തരവും തീവ്രവാദ പ്രവർത്തനവും സിനിമയിലൂടെ നടത്താമെന്നല്ലേ ഇവർ കാണിക്കുന്നത്? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അടിത്തറ ശക്തമാക്കി കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് RSS. ലോകത്തെ ഏറ്റവും വലിയ പാർട്ടിയാണ് BJP. നരേന്ദ്രമോദിയിലൂടെ ഇന്ത്യ മഹാരാജ്യം മാറിയത് ഇവർ കാണുന്നില്ലേ? 2014 മുതൽ ലോകത്തിൻ്റെ ഒരു നിർണായക ശക്തിയായി ഇന്ത്യ മഹാരാജ്യം മാറിയില്ലേ? പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇവരെ RSSനോട് ഇപ്പോൾ അതൃപ്തി? ഇവരെ രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളല്ലേ സിനിമയിൽ കാണിച്ചു വച്ചിട്ടുള്ളത്? ക്ലീൻ ചിറ്റ് കിട്ടിയതല്ലേ ഇക്കാര്യത്തിനകത്ത് മോദിക്കൊക്കെ? പണ്ട് US നരേന്ദ്രമോദിക്ക് വിസ നിഷേധിച്ചു. ഇപ്പോൾ എന്താണ്? അങ്ങോട്ടേക്ക് എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യവും കാർപ്പറ്റ് വിരിച്ചിട്ടിരിക്കുകയാണ് നരേന്ദ്രമോദിക്ക് വേണ്ടി. മോദിയുടെ ഒരു വാക്കിന് വേണ്ടി അവർ കാതോർത്തിരിക്കുകയാണ്. അങ്ങനെയുള്ള, നമുക്കറിയാം, നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ പോലും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്തും വിദേശത്ത് പോയാലും അവിടെ നിന്നുകൊണ്ടും. അപ്പോൾ വിദേശ ഫണ്ടിങ്ങോടുകൂടി തന്നെയാണ് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സിനിമയെന്ന് പറഞ്ഞാൽ നമുക്കതിനകത്ത് ആരെയും തെറ്റു പറയാൻ പറ്റത്തില്ല. കാരണം ആയുധ പരിശീലനം, തീവ്രവാദം, ഇതൊക്കെയല്ലേ നടത്തുന്നത്. ഇത് ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? ഇവർ വെള്ളമൊക്കെ കയറി ഇവർ ഒലിച്ചു പോകാൻ തുടങ്ങിയ കാലത്ത് ഇവരെ ആരാണ് ചെമ്പിനകത്തോ കയറ്റി കൊണ്ടുവന്നത്? പഴയ കാലത്ത് ഇവരുടെ വീടിന് ചുറ്റും വെള്ളം കയറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഈ RSS പ്രവർത്തകരും അവിടുത്തെ കൗൺസിലറുടെ നേതൃത്വത്തിൽ ചെമ്പിനുള്ളിൽ കയറ്റി രക്ഷപ്പെടുത്തിയത്. എന്നിട്ടാണ് ഇപ്പം ചോദിക്കുന്നത് RSS എന്ന് പറഞ്ഞ് പേടിപ്പെടുത്തരുത്. അല്ല, ഇത് അന്ന് രക്ഷപ്പെടുത്താൻ ചെന്നപ്പം അവരെന്താ CPMകാരെ വിളിക്കാൻ ഞാൻ എന്താ, നിങ്ങൾ RSS ആണോ വന്നിരിക്കുന്നത്, അങ്ങ് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറയാത്തത് എന്തായിരുന്നു? അല്ല, ഇവർക്ക് എന്താ RSSനെ പറ്റി അറിയാം? അതിൻ്റെ അടിത്തറ എന്താണ്, അതിൻ്റെ ശക്തി എന്താണ്? അല്ല, ചിലപ്പോൾ ഈ മകനെതിരെ ഉണ്ടാകുന്ന വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നല്ലോ, സമൂഹത്തിന്റെ വിവിധ ഭാഗത്ത് നിന്നും ഈ വിമർശനങ്ങൾ ഉണ്ടായ ആ ഒരു വികാരത്തിൽ പറഞ്ഞതായിരിക്കുമോ? അങ്ങനൊരു ഇത് വിമർശനം ഉയരാൻ തുടങ്ങിയിട്ട് ഈ സിനിമ ഇറങ്ങിയ നാൾ മുതലല്ലേ? അതൊരു 4-5 ദിവസമായി കഴിഞ്ഞില്ലേ സിനിമ ഇറങ്ങിയിട്ട്? അന്ന് മുതൽ വിമർശനമാണല്ലോ. അപ്പം പെട്ടെന്നുള്ള ഒരു വികാര തള്ളിച്ചയിൽ ഇങ്ങോട്ട് വന്ന കാര്യമൊന്നും അല്ല. ഓർഗനൈസറിലെ ലേഖനങ്ങൾ അവർ വായിക്കുന്നുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല, ആരോ പറഞ്ഞു കൊടുത്തതനുസരിച്ചാണ്. ഇവർ ഈ സിനിമാക്കാർക്കൊക്കെ പൊതുവെ ഇത്തിരി ഹുങ്കുള്ളവരാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകത്തിൻ്റെയും പ്രസ്ഥാനത്തിൻ്റെയും സംഘത്തിൻ്റെയും പേര് പറഞ്ഞാൽ പേടിക്കില്ല. ഞങ്ങളെ വളർത്തിയത് ഈശ്വരനാണ്, ആർക്ക് എവിടെ നിന്ന് തലയ്ക്കടി വരാമെന്ന് പറയാനാവില്ല. അങ്ങനെ RSS എന്ന് പറഞ്ഞാൽ പേടിക്കില്ല. അല്ല, RSS എന്ന് പറഞ്ഞാൽ പേടിക്കണമെന്നും RSS എന്തോ ഭീകരജീവിയാണെന്നാണോ പറഞ്ഞിട്ടുള്ളത്? ഒന്നുമല്ലല്ലോ. പിന്നെന്തിനാ ഇവർ RSSനെ ഭയക്കണമെന്നല്ലല്ലോ നമ്മൾ പറയുന്നത്. അവർ പറയുന്നു ഈശ്വരനാണ് വളർത്തിയെന്ന്. ആകട്ടെ, എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കാം. അപ്പം ഈശ്വരനെ ഭയക്കണമല്ലോ. സ്വന്തം നാടിനെ ഒറ്റ കൊടുക്കുന്നതാണോ ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത്? അതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവരെ ചിന്തിക്കാലോ. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു അഹങ്കാരിയായിട്ടാണ് പൊതുസമൂഹം കാണുന്നത്. അങ്ങനെ ആ അഹങ്കാരിക്ക് ഈശ്വരൻ കൊടുത്ത ഒരു തിരിച്ചടിയായും ഇതിനെ കണ്ടില്ലേ? തീർച്ചയായിട്ടും കാണാം. ഇവർ മൊത്തത്തിലെ അഹങ്കാരത്തിന്റെ ആൾരൂപങ്ങളാണെന്നേ. ഇവർ ഈ സിനിമാക്കാരെന്ന് പറഞ്ഞ് എന്തിനാ ഈ സിനിമാക്കാരെന്ന് പറയുമ്പോൾ ഇത്രയും വലിയ അഹങ്കാരം കാണുന്നത്? നിങ്ങൾക്കറിയാമോ, ഈ മുരളി ഗോപി അല്ലേ ഈ പടത്തിൻ്റെ തിരക്കഥ അല്ലേ? മുരളി ഗോപിയുടെ അച്ഛൻ നടൻ ഗോപി, ഭരത് ഗോപി, അടൂർ ഗോപാലകൃഷ്ണൻ്റെ കൊടിയേറ്റം സിനിമയിലൂടെയാണ്
അദ്ദേഹം ഭരത് അവാർഡ് നേടുന്നത്. അതിനുശേഷം ഭരത് ഗോപി എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ഭരത് അവാർഡ് നേടിയതിന് ശേഷവും അദ്ദേഹം KCB-യിലായിരുന്നു ജോലി ചെയ്തത്. അദ്ദേഹം ഞാൻ കണ്ടിട്ടുണ്ട് ഇവിടെ പിന്നെ ബസ് കയറി, സിറ്റി ബസ്സിൽ, തിരുവനന്തപുരത്ത് സിറ്റി ബസ്സിൽ കയറി യാത്ര ചെയ്ത് പോകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്തോ നടനാണ്, അപാര നടന വൈഭവമല്ലേ അത്. അന്നത്തെ കാലത്ത് കാവാലം നാരായണ പണിക്കരുടെ കൂടെയുള്ള തിരുവരങ്ങെന്ന് പറയുന്ന നാടക ട്രൂപ്പിൽ ഉള്ളവരാണ്. ഇവരൊക്കെ നാടകത്തിൽ നിന്ന് വന്നവരാണ്. ഭരത് ഗോപിയും നെടുമുടി വേണുവും പിന്നെ അലിയാർ, ഇങ്ങനെയുള്ളവരൊക്കെ ഒരു നാടക ടീമായിരുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ഒരു അഭിനയ കഴിവ് മുഴുവൻ പ്രകടിപ്പിച്ച ആളാണ് ഇവർ. ആ ഗോപിക്കൊന്നും അത്തരത്തിലുള്ള ഒരു അഹങ്കാരവും ഇല്ലായിരുന്നല്ലോ. അദ്ദേഹത്തിൻ്റെ എത്രയെത്ര സിനിമകൾ അല്ലേ, പിന്നെ ഓർമ്മയ്ക്കായി, പാളങ്ങൾ, അങ്ങനെ നിരവധി സിനിമകളാണ്. അതൊക്കെ കള്ളൻ പവിത്രൻ, അതിലെ മാമച്ചൻ എന്ന് പറയുന്ന കഥാപാത്രം, അതൊന്നും ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയാത്തതാണ്. ഇവരൊക്കെ ചെയ്ത എത്ര കഥാപാത്രങ്ങളെ ആരും ഓർക്കുന്നത്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, ഈ അഭ്രപാളികളിലൊക്കെ ഇവരെ കാണുന്നു എന്ന് വിചാരിച്ച് ഇവരൊക്കെ ദന്തഗോപുരത്തിലാണ് ഇരിക്കുന്നത്. ഇതൊരു അഭിനയമാണ്, അതൊരു കലയാണ്. അത്തരത്തിൽ മാത്രം ഇവർ നിന്നാൽ മതി. മലയാളത്തിലെ നിരവധി പണവും കാണുമ്പോൾ അവർ തന്നെ ഈ സ്വന്തം ജീവിതം മറന്നു, പഴയ ജീവിതം മറന്നു മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലേ? അതെ അതെ അതെ. അല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ വിചാരം ഇവരൊക്കെയാണ് ഇവിടെ ഈ കലാരംഗം മുഴുവൻ ഭരിക്കുന്നത് എന്നുള്ള ഒരു ധാരണ. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യമുണ്ട്. ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഈ വലിയ വിവാദമുണ്ടായപ്പോൾ ഈ മൗനം പാലിച്ച ശേഷം ഇപ്പൊ അവസാന ഘട്ടത്തിൽ മല്ലിക സുകുമാരനാണ് ഈ വില്ലത്തിയായി വന്നിരിക്കുന്നത്. എല്ലാവരുടെ അടുത്തും ആരാണ് RSS, ആരാണ് BJP, ഇവിടെ പിണറായി വിജയനുണ്ട്, അദ്ദേഹത്തിന്റെ പിന്തുണ, അദ്ദേഹത്തിനെ പോലുള്ളവർ അധികാരത്തിൽ വരണം എന്ന രീതിയിലാണ് അവരുടെ പ്രതികരണം ഉൾപ്പെടെ. അപ്പൊ എനിക്ക് തോന്നുന്നു പിണറായിയുടെ തുണ കിട്ടുമെന്ന് വിചാരിച്ചാണ്. കാരണം പിണറായി ആശാവർക്കർമാരുടെ മുന്നിലൂടെ തന്നെ ചീറിപ്പാഞ്ഞ് എമ്പുരാൻ കാണാൻ പോയി പിന്തുണ അറിയിച്ചു. അതൊന്നും അവർ മറക്കില്ലല്ലോ. പക്ഷെ പിണറായി വിജയൻ RSSനെതിരെ വല്ലതും പറയുമോ? പറയില്ലനിയും. അത്തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പം മുമ്പോട്ട് പോകുന്നത്. അത് മല്ലിക സുകുമാരൻ അറിയാം ഇവിടുത്തെ രാഷ്ട്രീയം എന്താണെന്ന്. അവർ ഈ വേഷം കെട്ടി ഇങ്ങനെയുള്ള കുറേ വർത്തമാനങ്ങളും പറഞ്ഞു കിടക്കാനേ അവർക്ക് അറിയത്തുള്ളൂ, അല്ലാതെ ഇവിടുത്തെ രാഷ്ട്രീയം അറിയത്തില്ല. പിണറായി വിജയനൊന്നും RSSനെ കുറിച്ച് ഇനി മിണ്ടത്തില്ല. ഇതുവരെയുള്ള രാഷ്ട്രീയ ഗതികൾ നമ്മൾ നോക്കുക. BJP-യുമായിട്ട് അപ്പോൾ ചോദിക്കും, വലിയൊരു അന്തർധാരയല്ലേ ഉണ്ടാകാം. RSSനെ പറ്റി അല്ല, ഒരു കാലത്ത് നിരന്തരം ഡയലോഗുകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിയായിരുന്നു പിണറായി വിജയൻ. RSSനെ വിമർശിക്കുന്നു, ഇന്ദ്രനും ചന്ദ്രനും ഇടയിൽ കൂടെ ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്ന പിടിച്ച വാളുകൾക്കിടയിലൂടെ ഇപ്പോൾ കുറച്ച് നാളുകളായി അങ്ങനെ വലിയ വിമർശനമൊന്നുമില്ല. BJP-യെ വിമർശിക്കുന്നില്ല, RSSനെ വിമർശിക്കുന്നില്ല. അല്ല, അതെന്താണ്, ഈ സംഘപരിവാർ പറയേണ്ട കാര്യങ്ങൾ പോലും ചിലത് പിണറായി വിജയൻ പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമി, SDPI ഇവർക്കെതിരെ ലീഗ് ഇവരെ സംരക്ഷിക്കുന്നു എന്നൊക്കെ ഇത് സംഘപരിവാർ പറയുന്ന കാര്യമാണ്. അതാണ് പിണറായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പിണറായി രക്ഷയ്ക്ക് വരാൻ വേണ്ടിയിട്ടാണ് മല്ലിക സുകുമാരൻ ഇങ്ങനെ കേണപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവർക്കൊക്കെ ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കണമല്ലോ. ഈ ഇൻഡസ്ട്രിയിലെ മകനും മക്കൾക്കെല്ലാം പിടിച്ചു നിൽക്കണം. അതിനുവേണ്ടിയുള്ള ഇതാണ്. എന്താ, മമ്മൂട്ടി മാത്രമേ ഇതുവരെ പിന്തുണ അറിയിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ആസിഫ് അലി ഉൾപ്പെടെയുള്ളവർ കുറച്ചുപേർ രംഗത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ തുടക്കത്തിൽ എല്ലാവരും മൗനത്തിലായിരുന്നു. ചിലപ്പോൾ അവർ വിചാരിച്ചിരുന്ന ഇദ്ദേഹം ഒരു അഹങ്കാരിയാണല്ലോ, അങ്ങനെ അഹങ്കാരിക്ക് ഇത് പറഞ്ഞ പോലെ ഈശ്വരൻ നൽകിയതാണ്, അദ്ദേഹം അത് ഏറ്റുവാങ്ങട്ടെ എന്ന് കരുതി കാണും. അതെ അതെ അതെ.